ശക്തി നൽകിയിരുന്നതുമെല്ലാം മോണസ്ട്രികളായിരുന്നു. നമ്മെ സംബന്ധിച്ച് ഈ മാർസ്ലീവ, ക്ലാരിസ്റ്റ്, അഡോറേഷൻ മോണസ്ട്രി ഇവിടെ പാലായുടെ ഹൃദയഭാഗത്ത് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. FCC സഹോദരിമാരെയും ബഹുമാനപ്പെട്ട കൊടിഞ്ഞാലിസിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുകയാണ്. അവരുടെ വലിയൊരു ജനറോസിറ്റിയാണ് ഈ സമൂഹത്തെ ഇതുപോലെ നമുക്ക് ഇവിടെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ സാധിച്ചത്. അഭിനന്ദനായ ഇഗ്നാത്യോസ് ജോഷുവ പിതാവ് വിപുലമായ തിരുവചന സന്ദേശം നൽകി. മേരി ബെർണഡൈനമ്മ ഇത്രയും വലിയ ആളാണെന്ന് പിതാവിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. വളരെ വിശദമായ നമ്മൾ സ്കൂളിൽ പഠിച്ചതും സേലത്ത് പഠിച്ചതും വ്യത്യസ്ത മഠങ്ങളിൽ ശുശ്രൂഷ ചെയ്തും നോവീസ്മാരുടെ കൂട്ടത്തിലായിരുന്നുവെല്ലാം എടുത്തു പറഞ്ഞ് അമ്മ ഇവിടെ ആരായിലെത്തി. ഇവിടെയും ബെറ്റസ് അല്ലെങ്കിൽ മദറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ വലിയ കെട്ടിടം പണിയിപ്പിക്കുന്നതിലും എല്ലാം അമ്മയുടെ സുധീയമായ സാമർഥ്യവും കഴിവുമുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട അമ്മ നല്ലൊരു തറവാട്ടിൽ പിറന്നയാളാണ്. ഇവിടെ കൊടിഞ്ഞാലിച്ചനും പിതാവും ഒക്കെ പറഞ്ഞതുപോലെ നല്ല സാമർഥ്യമുള്ള ആളായിരുന്നു. സന്യാസം, സന്തോഷവും സാമർഥ്യവും പ്രാർത്ഥനയും എല്ലാം ഒന്നിച്ച് കൂടുന്നതാണ്. പ്രത്യേകിച്ച് പ്ലോയിസ്റ്റേഡ് സമർപ്പിതര് സഭയുടെ ഗ്രാമറായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് ആദിമസഭയുടെ പിതാക്കന്മാരും മധ്യകാല വേദശാസ്ത്രികളുമെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സഭയ്ക്ക് എപ്പോഴാണ് വഴിതെറ്റുന്നത്, സഭ സംസാരിക്കുന്നതിൽ പെശക് വരുന്നത് എപ്പോഴാണ് എന്നെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പ്ലോയിസ്റ്റേഡ് സമർപ്പിതരാണ്. കാരണം അവർ ദൈവാരാധനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാണ്. ദൈവാരാധനയിൽ സഭയുടെ ഡോഗ്മായും ഡോക്ട്രിനും പൂർണ്ണമായ രീതിയിൽ കണ്ടെത്തുന്ന വ്യക്തികളുമാണ്. അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിന്, ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ സമൂഹം ആലപ്പുഴയിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. ആലപ്പുഴ പിതാക്കന്മാർ പലപ്പോഴും ഇവിടെ വരികയും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഈ സമർപ്പിതരോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പ്ലോയിസ്റ്റേഡ് കോൺവെന്റ് സഭയുടെ ആത്മീയതയിൽ ഒരു അകവട്ടമാണ്, ഉൾവെളിച്ചമാണ്. ഉൾവെളിച്ചം, അകവട്ടം ഇല്ലാതാകുമ്പോൾ സന്യാസം കെട്ടുപോവുകയാണ്. സഭയും പ്രകാശിപ്പിക്കാൻ കഴിവില്ലാത്തവളെ പോലെ ആയിത്തീരുകയാണ്. സഭയുടെ നല്ല അർത്ഥത്തിലുള്ള ഉള്ളിരിപ്പാണ് പ്ലോയിസ്റ്റേഡ് സമർപ്പിതര്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിരിപ്പ് അത്ര നല്ലതല്ലാതെ വരുന്നത് കൊണ്ട് കെട്ട മനുഷ്യർ എന്ന് നമ്മളെക്കുറിച്ച് പലരും പറയാറുണ്ട്. അതിൻ്റെ കാര്യം ഇതാണ്, നല്ല വെളിച്ചം നമ്മുടെ മുഖത്തില്ലാത്തത് കൊണ്ട് ഫ്രാൻസിസ് പരിശുദ്ധ പിതാവ് നിരന്തരമായിട്ട് പറഞ്ഞിരുന്ന ജോയ്ഫുൾനെസ് ഓഫ് ദിസ് ലൈഫ്. ഒരു ക്ലോയിസ്റ്റേഡ് അംഗമാണ്, ഒരു സമർപ്പിതയാണ് എന്നതിൻ്റെ ആ സന്തോഷം മുഖത്ത് ഇല്ലാതെ പോകുമ്പോഴാണ് അകവട്ടം നഷ്ടപ്പെട്ടവരെ പോലെ, ഉള്ളിൽ വെളിച്ചമില്ലാത്തവരെ പോലെ, മുഖത്ത് പ്രകാശമില്ലാത്തവരെ പോലെ എല്ലാം നമ്മൾ മാറി പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സഭയിൽ വലിയൊരു ദൗത്യമുണ്ട്. ബെനഡിക്റ്റ് പിതാവ് മിണ്ടാമടങ്ങളെക്കുറിച്ച് പറഞ്ഞ അവസരത്തിലെല്ലാം ഉദ്ധരിക്കുന്ന സങ്കീർത്തനമായിരുന്നു
സങ്കീർത്തനം 19:3. വാക്കോ പ്രസംഗമോ ഇല്ല, എന്നാൽ അവരുടെ ശബ്ദം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. എത്ര മനോഹരമായ ഒരു സങ്കീർത്തന വാക്യമാണത്. വാക്കോ പ്രസംഗമോ ഇല്ല, മിണ്ട മടമാണ്. ഈശോയുടെ മാത്രമേ വർത്തമാനം പറയുന്നുള്ളൂ. പക്ഷേ അവരുടെ സാന്നിധ്യത്തിൻ്റെ സ്വരം, അവരെക്കുറിച്ചുള്ള സ്വരം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുന്നുണ്ട്. പരിശുദ്ധ ബെനഡിക്ട് പിതാവിൻ്റെ കാലത്ത് യൂറോപ്പിൽ മിണ്ടാമടങ്ങളുടെ എണ്ണം വളരെയധികം കൂടിയിരുന്നു. വലിയ കുടുംബങ്ങളിലെ സമർപ്പിതര് ലോകത്തോട് സംസാരിക്കാതെ ഈശോയോട് മാത്രം സംസാരിക്കുകയും അവിടെ ആവശ്യമാകുന്ന മനുഷ്യ സേവനങ്ങൾ എല്ലാം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചര്യയിലേക്ക് ഒരു ടേണിംഗ് ബാക്ക് വന്നിട്ടുണ്ട്. പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സമർപ്പിതര് ഇവിടെ നമ്മുടെ സഭയുടെ, ശ്രീയാനി സഭയുടെ വിശിഷ്ടമായ പൈതൃകങ്ങൾ, ഭാഷകൾ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അവരെല്ലാ ശുശ്രൂഷകളും ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ പ്രത്യേകത അതായിരുന്നല്ലോ. ഈ കഴിഞ്ഞ ദിവസം ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പായിരുന്ന റോവാൻ വില്യം, കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹം ഫ്രാൻസിസ് പിതാവിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്യം ഞാനത് കേൾപ്പിക്കുകയാണ്. ഫ്രാൻസിസ് washing the feet of migrants or embracing others who had been displaced, rejected or demeaned, was declaring as plainly as possible that Catholic Christianity has not only a central doctrine of God but also a central doctrine of humanity. വലിയൊരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയത്. പരിശുദ്ധ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ കത്തോലിക്കാ സഭയ്ക്ക് സംശുദ്ധമായ ദൈവ പ്രബോധനങ്ങൾ, ഡോക്ട്രിൻസ് ഉണ്ടെന്ന് മാത്രമല്ല, പരിപൂർണമായ മനുഷ്യ ഡോക്ട്രിൻസും അവർ സംരക്ഷിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള രോഗികളോടും അവശരോടും പാവപ്പെട്ടവരോടുമെല്ലാം പരിശുദ്ധ പിതാവ് കാണിച്ച ആ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തോടുള്ള ആ ഒരു വലിയ അടുപ്പം, അങ്ങനെ പൂർണ്ണ ദൈവത്തെയും പൂർണ്ണ മനുഷ്യനെയും ഈ പരിശുദ്ധ പിതാവിന് ഈ ലോകത്തിൽ കൊടുക്കാൻ പറ്റി എന്നുള്ള ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പിൻ്റെ വിലയിരുത്തൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ നിക്കിയ കൗൺസിലിൻ്റെ 1700 വർഷത്തിൽ ആണ്. അവിടെ മുതൽ നമുക്ക് ഡോക്ട്രൈനൽ പിശകുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം തിരുത്താനുള്ള വീടുകളാണ്, ഭവനങ്ങളാണ് മിണ്ടാമടങ്ങൾ അല്ലെങ്കിൽ സമർപ്പിത സഹോദരിമാരെ. നമ്മളൊരിക്കൽ ചെയ്ത കാര്യം അവിടെ കൊണ്ട് തീരുന്നില്ല, വീണ്ടും വീണ്ടും നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. ബെനഡിക്ട് പിതാവ് ആദ്യകാലത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ സഭയെ 3 നമുക്ക് തിരിക്കാം. ഒന്ന് മൊണാസ്റ്റിക് കാലഘട്ടം, 1 മുതൽ 9 വരെയുള്ള നൂറ്റാണ്ട്. അവിടെയാണ് മോണസ്ട്രികളും മിണ്ടാമടങ്ങളും സമർപ്പിതരുമെല്ലാം സമർത്ഥമായിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത് സ്കോളാസ്റ്റിക് കാലഘട്ടം, മധ്യകാലഘട്ടമാണ്. വലിയ പണ്ഡിതന്മാർ അവരുടേതായ സ്കൂളുകൾ, സെൻറ്റ് തോമസിൻ്റെ സ്കൂള്, ആൻസൽമിൻ്റെ സ്കൂള്, അങ്ങനെ നിരവധിയായ സ്കൂളുകളോട് ബന്ധപ്പെട്ട ദൈവശാസ്ത്ര പഠനം, അതാണ് സ്കോളാസ്റ്റിക് തിയോളജി എന്ന് പരിശുദ്ധ പിതാവ് വിശേഷിപ്പിച്ചത്. മൂന്നാമത്തേതും അവസാനത്തേതും സെക്യുലറിസ്റ്റിക് തിയോളജി. നമ്മളീ കാണുന്ന ലോകത്തോടെല്ലാം കൂട്ടുകൂടി അങ്ങനെ നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് സെക്യുലറിസ്റ്റിക് തിയോളജി.
ഈ രണ്ടും മൂന്നും, സ്കൊളാസ്റ്റിക് ആൻഡ് സെക്യുലറിസ്റ്റിക്, അതിനെ നിരന്തരമായിട്ട് നമ്മൾ മൊണാസ്റ്റിക് കാലഘട്ടത്തിൽ അന്ന് എങ്ങനെയാണ് ദൈവവചനം പഠിച്ചത്, അന്നത്തെ പിതാക്കന്മാരെന്താണ് എഴുതിയത്, ആ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്ന് പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറയുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളുടെ ഈ മഠവും നിങ്ങളുടെ നിത്യാരാധനയും നിങ്ങൾ തമ്മിലുള്ള വലിയ ഐക്യവും എല്ലാം. ഞാൻ വിജ്ഞാനിച്ചിരുവത്ത് ഇവിടെ വർഷത്തിൽ പലതവണ വരികയും നിങ്ങളെ കാണുകയും എല്ലാം ചെയ്യുന്നതാണ്. ആദിമസഭയുടെ ഒറിജിൻ പറഞ്ഞല്ലോ, അച്ചേൻഡിറ്റ് ആർദർ പ്രോക്സിമോസ്, അടുത്ത് ഇരിക്കുന്ന ആളിനെ ജ്വലിപ്പിക്കാൻ കഴിയണം. എൻ്റെ തീഷ്ണത, ആർദർ, എൻ്റെ തീഷ്ണത കൊണ്ട് അടുത്തിരിക്കുന്ന ആളിനെ ജ്വലിപ്പിക്കാൻ കഴിയുന്നവരെ മാത്രമേ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കാൻ പാടുള്ളൂവെന്ന് അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിമസഭയുടെ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്. ബെനഡിക്റ്റമ്മയുടെ മധ്യസ്ഥൻ വലിയ പ്രീച്ചറായിരുന്നു, വലിയ കൺഫസറായിരുന്നു. ദൈവത്തെ നേരിട്ട് ലോകത്തിന് പകർന്നു കൊടുക്കാൻ കെൽപ്പുള്ള ആധികാരികമായ ആത്മീയത ഉള്ള വ്യക്തിയായിരുന്നു. പിന്നീട് പീറ്റർ കനീഷ്യസ് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളൊന്ന് നോക്കൂ, പത്രോസ് ഉറങ്ങുകയാണ്, യൂദാസ് ഉറക്കമിളച്ച് ഇരിക്കുകയാണ്. പത്രോസ് ഉറങ്ങുകയാണ്. സഭയുടെ ശുശ്രൂഷകരായിട്ട് നിൽക്കേണ്ടവർ നല്ല മയക്കത്തിലാണ്. നിങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, സഭയെക്കുറിച്ചുള്ള പൊതുകാര്യ പറയുന്നത്. നല്ല മയക്കത്തിലാണ്. ഉറങ്ങരുതാത്ത സമയത്ത് നല്ലപോലെ ഉറങ്ങുന്നവരാണ്. അതാണ് സഭയ്ക്ക് ഇന്ന് പറ്റിയിട്ടുള്ള പ്രശ്നം. നമുക്ക് ഉണർവ് കുറഞ്ഞു പോകുന്നുണ്ട്, സഭ ഉറങ്ങിപ്പോവുകയാണ്. ദുഷ്ടശക്തികൾ, യൂദാസ് ഉറക്കമിളച്ച് ഇരിക്കുക, ആരെയാണ് തകർക്കേണ്ടത്, ആരെയാണ് പിടിക്കേണ്ടത് എന്നെല്ലാം നോക്കി. അതുകൊണ്ട് നമ്മൾ ഈശോയോടും സുവിശേഷത്തോടും ചേർന്ന് നിന്ന് താപസ ആഭിമുഖ്യത്തോടു കൂടിയ ജീവിത കെട്ടിപ്പടുക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ജീവിതത്തിൻ്റെ സന്തോഷം അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു മിണ്ടാമടത്തിൽ ചെന്ന് ഫ്രാൻസിസ് പിതാവ് ഒരിക്കൽ പറഞ്ഞു, സ്വന്തക്കാരുടെ ഒരു മരിച്ചടക്ക് കഴിഞ്ഞ് വന്ന് മുഖം വെറുപ്പിച്ചിരിക്കുന്ന പോലെ ആയിരിക്കരുത് നിങ്ങൾ. സന്തോഷമാണ്. സന്യാസം, ക്ലോയിസ്റ്റേഡ് ജീവിതം എന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ്, ജോയ്ഫുൾനെസ്സാണ്, ഷെയറിങ് ഓഫ് ദ ഗോസ്പലാണ്. ഈശോ ഒരു പിടിവള്ളിയായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഇവിടെ ഈ പാലായിൽ വന്ന് നിങ്ങൾ കുറേയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം മറികടന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് താപസ ആഭിമുഖ്യങ്ങളോടുകൂടി നിങ്ങളെ തന്നെ കാണാനും മനസ്സിലാക്കാനും ശ്ലീവായ്ക്ക് ചുറ്റും ഇരുന്ന് ആ ശ്ലീവായിൽ സർവ്വതും സമർപ്പിക്കാനും ആ ശ്ലീവായിൽ നിന്ന് ഉത്ഥാനത്തിൻ്റെ മഹത്വം ഒപ്പിയെടുക്കാനുമെല്ലാം നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഇവിടെ വരുമ്പോഴെല്ലാം കുഞ്ഞാലച്ഛനും ഞാനും തികഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങിപ്പോകുന്നത്. നിങ്ങളെ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തോട്ടത്തിൽ എടുക്കുന്ന പണി, ഈ കെട്ടിടം പണിതപ്പോഴെല്ലാം നിങ്ങൾ നടത്തിയ കഠിനാധ്വാനം, അവസരങ്ങളിലെല്ലാം നിങ്ങൾ എന്തായിരിക്കണമോ അതെല്ലാം നല്ല ചിട്ടയോടുകൂടി കണ്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ബെർണഡീൻ അമ്മയുടെ ഗോൾഡൻ ജൂബിലി ഇന്ന് ആഘോഷിച്ചത്, അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആഘോഷം. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ സിനഡാലിറ്റി. കുർബാനയിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒന്നിക്കണം. ഒന്നിക്കുമ്പോഴാണ് സഭയുടെ സിനഡൽ ആസ്പെക്റ്റ് നമുക്ക് ജീവിക്കാനും കൊണ്ടു നടക്കാനും സാധിക്കുന്നത്. ദീർഘമായൊരു കാലഘട്ടം അമ്മ ഈ സഹോദരിമാരെ പഠിപ്പിച്ചും ശാസിച്ചും എല്ലാം വളർത്തിയിട്ടുണ്ട്.
ചിലപ്പോഴൊക്കെ അമ്മ നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ വളർത്താൻ വേണ്ടിയാണ്. ഈശോയുടെ മുഖം നിങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. കർക്കശമായ ഭാഷ ഉപയോഗിക്കാൻ അമ്മയ്ക്കറിയാം. കർക്കശമായ ഭാഷ അത് കാർഡിനൽ ന്യൂമാൻ പറയുന്നത് പോലെ ക്രൂവൽ മേഴ്സി അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ ഒരു സ്ഥാനത്തിരുന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ക്രൂവൽ മേഴ്സിക്കാരാണ്. കരുണ കാണിക്കണം, പക്ഷേ കാര്യം പറയാനുള്ളത് പറയണം. കാര്യം പറയുന്നതാണല്ലോ ക്രൂവൽനെസ്. ക്രൂവൽ മേഴ്സി, കാര്യം പറഞ്ഞിട്ട് കരുണ കാണിച്ചു ഒരു കുഴപ്പമില്ല. കാര്യം പറയാതെ കരുണ കാണിക്കുമ്പോൾ നമ്മളെല്ലാം വിട്ടുകളയുക. ഈ അമ്മ ഈ ക്രൂവൽ മേഴ്സിക്കാരിയാണ്. നന്നായിട്ട് കാര്യം പറയും. എന്നോടും കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പോൾ നമുക്കത് വലിയൊരു ഉണർവാണ്. നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ, ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴൊക്കെ. അതേസമയം നല്ല മേഴ്സി കരുണ എല്ലാവരോടും അമ്മ കാണിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ പലരോടും കാണുകയില്ല. അമ്മ നമ്മുടെ തെറ്റുകളൊക്കെ കണ്ട് മനസ്സിലാക്കിയാലും ഒന്നും സാരമില്ല. അത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. തിരുത്തിയാൽ മതി, കൂടുതൽ പ്രാർത്ഥിച്ചാൽ മതി, കൂടുതൽ സന്തോഷത്തോടുകൂടി ആയിരുന്നാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്മ എപ്പോഴും പറയുമായിരുന്നു. ഞങ്ങളിവിടെ ആണ്ടുവട്ടത്തിൽ വിസിറ്റേഷന് വരുമ്പോഴും ഞങ്ങൾ ഓരോ സമർപ്പിതയും കണ്ട് ഒന്നിച്ചിരുന്ന് കണ്ട്, പിന്നെ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ ഇവിടെ വന്ന അവസരത്തിലൊക്കെ പറയാനുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരുന്ന് വേണ്ടി വന്നാൽ എഴുതി തരും. കുഞ്ഞാലിച്ചൻ പറഞ്ഞ പോലെ പ്രിൻ്റ് ചെയ്തതുപോലെ ഹാൻഡ് റൈറ്റിംഗാണ്, പ്രിൻ്റ് ചെയ്തതുപോലെ. അതുകൊണ്ട് നമുക്ക് ക്ലേശിക്കൊന്നും വേണ്ട. എഴുതുമ്പോൾ നമുക്ക് വായിച്ചെടുക്കുന്നവർക്ക് ഒരു വിഷമവുമില്ല. എല്ലാ കാര്യങ്ങളിലും അമ്മയത് കണ്ടു. ഈ മിണ്ടാമടത്തിൻ്റെ പ്രസക്തി അമ്മയ്ക്കറിയാമായിരുന്നു. അമ്മയ്ക്ക് നല്ല ഇക്ലേഷ്യൽ ലിറ്റർജിക്കൽ പാരമ്പര്യമുള്ള ആളാണ്. ഭാഷാമികമുണ്ട്, സ്വാധീനമുണ്ട്. അമ്മ വളരെ ഇൻഫ്ലുവൻഷ്യലാണ്, വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. അതെല്ലാം നമ്മുടെ സഭയ്ക്ക് വലിയ സന്തോഷമാണ്. അലഞ്ചേരി പിതാവും തട്ടിൽ പിതാവും ബോസ്കോ പിതാവും ഒക്കെ കാരുണ്യപൂർവ്വം ഇവിടെ എത്തുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്തവരാണ്. പലായിലെ വലിയ പിതാവിനെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. പിതാവിൻ്റെ മനസ്സിലും നിങ്ങൾ എപ്പോഴുമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരികയും നിങ്ങളോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. സ്വാമി പിതാവിന് എത്താനായിട്ട് സാധിച്ചില്ല. എത്തിയില്ലെങ്കിലും ഇന്ന് തന്നെ വന്ന് കുർബാനയിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അത് വേണ്ടെന്ന് നിങ്ങൾ പറയാം. അത്രയും തീക്ഷ്ണത നിങ്ങളോട് കാണിക്കുന്ന ആളാണ്. ഇന്ന് നമുക്ക് ഈ കുർബാനയെ തോന്നി, പിന്നെ അടുത്ത ദിവസം വന്ന് ജില്ലയ്ക്കുണ്ട്. അപ്പം അത്രയും താല്പര്യം പിതാവിന് നിങ്ങളോടുണ്ട്. അതെല്ലാം വിചാരിച്ചനും ആമുഖവാക്കുകളിൽ പറഞ്ഞിരുന്നു. പിതാക്കന്മാരുടെ യോശുവ പിതാവിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ സന്ദേശവും നമുക്ക് വലിയ ബലമായിരുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താരപ്പണവിധിയും അൽഫോൻസാമയും അവരുടെ മാധ്യസ്ഥ്യം നിങ്ങൾക്ക് ഉപരി മഹത്വത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാന